ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്ത് ശുആറ 29 മുതൽ 33 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. ആവർത്തിച്ചു വരുന്ന പദമാണ് ഖാല എന്നത്. ഖാഫ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം വേണം. ഖാല 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 ലഇൻ ഇത്തഖൽത ലഇൻ ഇത്തഖൽത. ലഇൻ എന്ന സാക്കിനത നൂനിൻ്റെ സുക്കൂൻ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി അതിന് കസ്ർ കൊടുത്തു. ലഇൻ ഇത്തഖൽത. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ദാല് തായിൽ ഇദ്ഗാമായി പോകുന്നു, സൂക്ഷിക്കണം. ഇദ്ഗാം ചെയ്ത് ഓതുന്ന മറ്റൊരു റിവായത്തുകളുണ്ട്. നമ്മുടെ ഖാരിൻ്റെ ശിഷ്യനായ ശുഅബ, മറ്റൊരു ആസിമിൻ്റെ മറ്റൊരു ശിഷ്യൻ റാവിയായ ശുഅബയിൽ പോലും ഇത്തഖത്ത എന്ന് പൂർണ്ണമായും ഇദ്ഗാമാണ്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഓതാൻ പറ്റുകയില്ല. ലഇൻ ഇത്തഖൽത ലഇൻ ഇത്തഖൽത. ഖാ പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, ദാല് വ്യക്തമാക്കുക. ലഇൻ ഇത്തഖൽത. ദാല് റഖാവയുള്ള അക്ഷരം കൂടിയാണ്, ലൂസാക്കി പറയണം. ഇലാഹൻ ഗൈരി. ഇലാഹൻ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഗൈനാണുള്ളത്. ഇലാഹൻ ഗൈരി. ഗൈരി ഗൈനിനെ തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഇലാഹൻ ഗൈരി ലഅജ്അലന്നക. ലഅജ്അലന്നക. ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദത്തെ ചലിപ്പിക്കണം. ശദ്ദുള്ള നൂനിനെ മണിക്കണം. നൂൻ മുശദ്ദദ. ലഅജ്അലന്നക മിനൽ മസ്ജൂനീൻ. മിനൽ മസ്ജൂനീൻ വ്യക്തമാക്കി അക്ഷരങ്ങൾ ഉച്ചരിക്കുക. വീണ്ടും ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം. അവലൗ ജിതുക. അവലൗ ജിതുക. ഹംസ ശിദ്ദത്തോടെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ജിതുക ബിശൈഇൻ മുബീൻ. തൻവീനും ശേഷം മീമുമാണ്. ഇദ്ഗാം ബിഗുന്ന കാമിൽ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിശൈഇൻ മുബീൻ. ഖാല വീണ്ടും തഫ്ഖീം ചെയ്ത് ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഉച്ചരിക്കുക. ഫഅതി ബിഹി. ഖാല ഫഅതി ബിഹി. ഫഅതി എന്ന് പറയുന്നത് ഫഅതി ശിദ്ദത്തോടു കൂടി ഉച്ചരിക്കണം. ഫഅതി. ഖാല ഫഅതി ബിഹി. ബിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്രയാണ്. മദ് മുൻഫസിൽ ജായിസിൻ്റെ ഹുക്മ് തന്നെ. ഹ ദമീറിനെ 4-5 ഹറക്കത്ത് നൽകി അതിൻ്റെ ഉച്ചരിക്കുന്ന യാഇനെ ദീർഘിപ്പിക്കണം. ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നതാണ് കാരണം. ഫഅതി ബിഹി ഇൻ കുൻത. സാക്കിനത നൂൻ ശേഷം കാഫ്. വീണ്ടും സാക്കിനത നൂൻ ശേഷം താ. ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി 2 സാക്കിനത നൂനുകളെയും മറച്ച് മണിച്ചുച്ചരിക്കുക. ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ മിനസ് സ്വാദിഖീൻ. മിൻ അസ്സാദിഖീനാണ്. ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടി നൂനിന് ഫത്ഹ് കൊടുത്തു. എല്ലാ ഇൽതിഖാഉ സാക്കിനൈൻ്റെ സന്ദർഭവും നാം സൂചിപ്പിക്കുകയില്ല, കാരണം അത്രക്ക് ധാരാളമായിട്ട് വരും. മിനസ് സ്വാദിഖീൻ. സാ എന്നത് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അതും അതിൻ്റെ അലിഫും ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് സ്വാദ്. ദീർഘാക്ഷരമായ അലിഫ് രണ്ടിലും തഫ്ഖീം. മിനസ് സാ മിനസ് സ്വാദിഖീൻ. ഖാഫിന് കസ്ർ കുറഞ്ഞ തഫ്ഖീം അതിനും കൊടുക്കുക. മിനസ് സ്വാദിഖീൻ. ഫഅൽഖാ. ഫഅൽഖാ ഖാഫും അലിഫും. അലിഫ് മഖ്സൂർ എന്ന് പറയുന്ന അലിഫാണ്. ആ അലിഫിനും തഫ്ഖീമാണ്. ഉച്ചാരണത്തിൽ അലിഫ് തന്നെ. ഫഅൽഖാ അസാഹു. ഇവിടെ സ്വാദിനും അലിഫിനും തഫ്ഖീം.
فألقى عصاه فإذا هي ثعبان മുബീൻ. സുഅ്ബാനുൻ എന്നതിലെ തൻവീൻ ശേഷം മീമാണ് വന്നിട്ടുള്ളത്. ഇത് ഗുന്ന കാമിൽ നൽകി ലയിപ്പിച്ച് മണിക്കുക. സുഅ്ബാനും മുബീൻ. പൂർണ്ണമായ ഇദ്ഗാം ബിഗുന്ന കാമിൽ. فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي അക്ഷരങ്ങളൊക്കെ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. യദഹു ഹാ ളമീർ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം അതിന് ദീർഘം മദ്ദുസ്സിലത്ത് സുഗ്റായാണ്. ونزع يده فإذا هي بيضاء. ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. ദീർഘത്തിലും തഫ്ഖീം വേണം. ബൈദാഉ അതിൻ്റെ മഖ്റജിൽ നിന്ന് അഥവാ നാവിൻ്റെ സൈഡിൽ നിന്ന് ഉച്ചരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈദാഉ ലിന്നാദിരീൻ. നൂൻ മുശദ്ദദ മണിക്കണം. ളാഇന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം. കസ്റാണ്. ലിന്നാദിരീൻ. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളെ നാം പ്രത്യേകം സൂചിപ്പിച്ചു. അവയല്ലാത്ത എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്. എല്ലാറ്റിനും തർക്കീഖാണ് കൊടുക്കേണ്ടത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ഭംഗിയായി പാരായണം ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال لئن اتخذت إلها غيري لأجعلنك من المسجونين. قال أولو جئتك بشيء مبين. قال فأت به إن كنت من الصادقين. فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും തമ്മിലുള്ള സംഭാഷണമാണ് കഴിഞ്ഞ വചനങ്ങളിൽ നാം മനസ്സിലാക്കിയത്. സംഭാഷണത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബുദ്ധിപരമായി ഏതൊരു വ്യക്തിക്കും അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ന്യായ പ്രമാണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആരാണ് നിങ്ങളുടെ ലോകരക്ഷിതാവായ റബ്ബ് എന്ന് ചോദിച്ച ഫിർഔൻ്റെ ചോദ്യത്തിന് മറുപടിയായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമ, ആകാശഭൂമികളുടെയും അതിനിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ്, റബ്ബാണ്. വീണ്ടും അവൻ അംഗീകരിക്കാതെ ഫിർഔൻ മറ്റു പലതും മറുപടിയായി പറഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെയും റബ്ബാണ്. അപ്പോൾ അവൻ മൂസാ നബിയിൽ ഭ്രാന്ത് ആരോപിച്ചുകൊണ്ട് മറുപടി പറയുന്നു. വീണ്ടും വളരെ ഏതൊരു വ്യക്തിക്കും അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ന്യായമായ തെളിവ് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഉദയാസ്തമയങ്ങളുടെ രക്ഷിതാവ് റബ്ബ് എന്നൊക്കെ പറഞ്ഞു നോക്കി. അവസാനം അവൻ്റെ അധികാരം ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അവൻ പറയുന്നു, ഫിറഔൻ പറയുകയാണ്, ലഇൻ ഇത്തഖൽത, അതാണ് നാം ഇന്ന് ഓതിയ വചനം. ഖാല, അവൻ പറഞ്ഞു, ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരു ഇലാഹിനെ നീ സ്വീകരിക്കുകയാണെങ്കിൽ, മറ്റൊരു ആരാധ്യനെ നീ സ്വീകരിക്കുകയാണെങ്കിൽ, ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, അതായത് ന്യായ
പ്രമാണത്തിലൂടെ അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി ന്യായം മുട്ടിയപ്പോൾ മറുപടി നൽകാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ പറയുന്നു, നീ ഞാനല്ലാത്ത മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കുകയാണെങ്കിൽ ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, നിശ്ചയമായും ഞാൻ നിന്നെ ജയിലിൽ അടക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കും, അഥവാ നിന്നെ ബന്ധനസ്ഥനാക്കും, ജയിലിൽ അടക്കും എന്ന് പറയുകയാണ്. ഖാല, അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു നൽകിയ പ്രമാണം, തെളിവ് അത് പുറത്തെടുക്കുന്നു. അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ, വ്യക്തമായ വല്ലതുമായി ഞാൻ നിൻ്റെ അടുത്ത് വന്നാലോ, ഉദ്ദേശിച്ചത് വല്ല തെളിവും നേർക്ക് കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കുവാൻ പറ്റുന്ന എൻ്റെ പ്രവാചകത്വത്തെ സ്ഥിരീകരിക്കുന്ന വല്ല തെളിവുമായി നിൻ്റെ മുന്നിൽ വന്നാലോ, നിനക്ക് കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുന്നു. ഖാല, അപ്പോൾ അവൻ പറഞ്ഞു, ഫഅതി ബിഹി, നീ അത് കൊണ്ടുവാ, ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ, നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ തെളിവ് കൊണ്ടുവാ എന്ന് പറയുന്നു. ഫഅൽഖാ അസാഹു, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വടി നിലത്തിടുന്നു. വളരെ വിശദമായി സൂറത്തുൽ ഖസസിലൊക്കെ നാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വീണ്ടും സൂചിപ്പിക്കുകയാണ്. ഫഅൽഖാ അസാഹു, അദ്ദേഹം തൻ്റെ വടി നിലത്തിടുന്നു, അദ്ദേഹം ഇട്ടു. അങ്ങനെ അദ്ദേഹം തൻ്റെ വടി നിലത്തിട്ടു. ഫഇദാ ഹി, അപ്പോൾ അതാ അത്, ആ വടി, സുഅ്ബാനും മുബീൻ, വ്യക്തമായ ഒരു സർപ്പമായി തീർന്നു. അപ്പോൾ അതാ അത് ഒരു വ്യക്തമായ സർപ്പമാകുന്നു. അപ്പോൾ ഇതൊരു മാരണമല്ല. അന്ന് വളരെയധികം സിഹർ വ്യാപകമായ കാലഘട്ടമാണെങ്കിൽ പോലും ഇത് ആ ഫിറഔനും അവൻ്റെ കൂടെയുള്ള ആളുകൾക്കുമെല്ലാം തന്നെ അമ്പരപ്പുളവാക്കിയ, അവരെ അത്ഭുതപ്പെടുത്തുന്ന, അവർക്ക് വിശ്വസിക്കുവാൻ പോകുന്ന തെളിവായിട്ട് ധാരാളം മതിയായതായിരുന്നു. വീണ്ടും അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വനസഅ യദഹു, തൻ്റെ കൈ അദ്ദേഹം പുറത്തെടുക്കുന്നു. നസഅ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊരിയെടുക്കുന്നതിനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. തൻ്റെ കക്ഷത്തിൽ നിന്ന് കൈ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്നു. ഫഇദാ ഹിയ, അപ്പോൾ അതാ ആ കൈ, ബൈദാഉ, വെളുത്തതായിരിക്കുന്നു, പ്രകാശിക്കുന്ന വിധത്തിൽ നാം കാണുകയുണ്ടായി. ഉസ്ലുക് യദക ഫീ ജൈബിക തഖ്റുജു ബൈദാഅ മിൻ ഗൈരി സൂഅ വദ്മും ഇലൈക ജനാഹക മിന റഹ്ബി ഫദാലിക ബുർഹാനാനി മിർ റബ്ബിക എന്നൊക്കെ സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വീണ്ടും സൂറത്തു താഹയിലും പലയിടത്തും അല്ലാഹു ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കൈ പുറത്തെടുക്കുന്നു കക്ഷത്തിൽ നിന്ന്. അപ്പോൾ അതാ അത് വളരെ വ്യക്തമായ ബൈദാഉ, പ്രകാശിക്കുന്ന വെളുത്തതായി, ലിന്നാദിരീൻ, നോക്കുന്നവർക്ക്, നാദിരീൻ എന്ന് പറഞ്ഞാൽ നോക്കുന്നവർക്കത്, കാണുന്നവർക്കത്, ദൃക്സാക്ഷികൾക്കത് വളരെ വ്യക്തമായ പ്രകാശിക്കുന്ന കൈയായി അവിടെ അനുഭവപ്പെടുന്നു. അങ്ങനെ അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ തെളിവുകളൊക്കെ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ശേഷം ഫിറഔൻ മൂസാ നബിയിൽ സിഹർ ആരോപിക്കുന്ന കാര്യങ്ങളും പിന്നീടുള്ള സംഭാഷണവും സാഹിറന്മാരെ ഒരുമിച്ച് കൂട്ടലും അവരുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദമായി നമുക്ക് പഠിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.